വിവാഹിതയായ സ്ത്രീയുടെ സ്വയംഭോഗം എന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഒരാഴ്ച മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെയധികം ഒരുപാട് അഭിപ്രായം എനിക്കതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇൻസ്റ്റയിൽ നിന്നാണ് അധികം കിട്ടിയത്. ഇൻസ്റ്റയിൽ തന്നെ ഒരു ചെക്കൻ ഒരുപാട് ചെക്കന്മാരും 2 പെൺകുട്ടികളും എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരമല്ല, മെസ്സേജ്. അപ്പം ഒരു ചെക്കൻ എന്നോട് പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ, ചേച്ചി, നിങ്ങൾ പെണ്ണുങ്ങളുടെ ഡാഷ് ഞങ്ങൾ ആണുങ്ങളെ കൊണ്ട് തീർക്കാൻ പറ്റത്തില്ല ചേച്ചി. നിങ്ങൾക്ക് എപ്പോഴും ഒരു റോബോട്ടിനെയും കൊണ്ട് നടക്കേണ്ടതായിട്ട് വരും. ഞങ്ങൾക്ക് തീർക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും ഡാഷാണ് ചേച്ചി നിങ്ങൾക്കെല്ലാം ഉള്ളത്. സത്യം പറഞ്ഞാൽ നാണക്കേട് കൊണ്ട് ചുരുങ്ങിപ്പോയി. അതിനുശേഷം ആ ചെക്കൻ അവൻ്റെ കഥകൾ പറയാൻ ആരംഭിച്ചു. അവന് ഒരുപാട് ഗേൾ ഫ്രണ്ടുണ്ട്. കല്യാണം കഴിക്കുന്നതിനോട് അവന് താല്പര്യമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള സകല പെണ്ണുങ്ങളും വൃത്തികെട്ടവളുമാരാണെന്നാണ് ഇവൻ പറയുന്നത്. പിന്നെ ഞാൻ ചോദിച്ചു, മോനെ നീ ഇങ്ങനൊന്നും പറയല്ലേടാ, നല്ല പെണ്ണുങ്ങളില്ലേ, നിൻ്റെ അമ്മ പെങ്ങളൊക്കെ ഇല്ലേ, അവരെപ്പോലും ഇപ്പം എനിക്ക് വിശ്വാസം ഇല്ലാതായി ചേച്ചി എന്ന്. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ അവൻ പറഞ്ഞു. പല പെണ്ണുങ്ങളും ചെയ്യുന്നതും പറയുന്നതും എല്ലാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പബ്ലിക്കിൽ പറയാൻ കൊള്ളാത്തത് കാരണം ഞാൻ പറയുന്നില്ല. അത്രയ്ക്ക് മോശം അഭിപ്രായമാണ് കിട്ടിയത്. അതിനുശേഷം ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അവൾ പഠിക്കുന്ന കുട്ടിയാണ്. അവൾ വന്ന് ഇതുപോലെ പറഞ്ഞു, ചേച്ചി, അത് ഈ ഒരു സ്ത്രീക്ക് അവർ വളരെ ചെറുപ്പത്തിലേ ഈ ഒരു രീതിയിലേക്ക് അവരുടെ ക്യാരക്ടറിനെ അല്ലെങ്കിൽ അവരുടെ രീതികളെയും അവരുടെ ഇഷ്ടങ്ങളെയും ഒക്കെ അവർ കൊണ്ടുവന്ന് കാണും. അതുകൊണ്ടാണ് ചേച്ചി അവരിങ്ങനെ എന്താ പറയുന്നത്, ഈ ഒരു രീതിയിലേക്ക് അവരെ സംതൃപ്തിപ്പെടുത്താൻ ലോകത്ത് ഒരാണുങ്ങൾക്കും പറ്റത്തില്ല. കാരണം അവർ മൈൻഡിൽ അങ്ങനെ തന്നെ അവർ റെഡിയാക്കി വെച്ചു. അതുകൊണ്ട് ഇനി മാറ്റാൻ പറ്റത്തില്ലെന്ന് ഒരു കുട്ടി വന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കുട്ടി പറഞ്ഞു, അവർ രണ്ടുപേരും കല്യാണം കഴിക്കാത്ത കുട്ടികളാണ്, പഠിക്കുന്ന കുട്ടികളാണ്. വേറൊരു പെൺകുട്ടി പറഞ്ഞേക്കുന്നത്, അത് പറയണമെന്ന് തന്നെ സംശയം വന്നാലും ഞാൻ കുറച്ച് ഷോർട്ട് ചെയ്തിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ ഒരുപാട് ബോയ് ഫ്രണ്ട്സ് എനിക്കുണ്ട്. പക്ഷേ അവരോടൊന്നും എനിക്ക് ഈ ഒരു രീതിയിലേക്ക് പോയാൽ ഒന്നും കിട്ടത്തില്ല. ഒന്നിനെയും കൊള്ളത്തില്ല. ഞാൻ എൻ്റെതായ രീതിയിൽ ഒക്കെ മനസ്സിലായല്ലോ, ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല. അപ്പോഴാണ് എനിക്ക് അതിൽ നിന്ന് ചേച്ചി പറഞ്ഞതുപോലെല്ലാം കിട്ടുന്നതെന്ന് ഈ കുട്ടി പറഞ്ഞു. അങ്ങനെ 2 പെൺകുട്ടികളും ഒരുപാട് ആൺകുട്ടികളും സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മെസ്സേജ് വഴി. അപ്പം ചിലർക്ക് പെണ്ണുങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് അഭിപ്രായമാണ്. വേറൊരു ചെക്കൻ വന്ന് പ്രധാനപ്പെട്ടായിട്ട് വേറൊരു കാര്യം പറഞ്ഞു. അപ്പം ഞാൻ ഇത്ര നാളും വിശ്വസിച്ചിരുന്ന ഒരു കാര്യമാണ് അവൻ തകർത്ത് കളഞ്ഞത്. ഞാൻ വിചാരിച്ചു എല്ലാവരും ചുമ്മാതെ, നാട്ടുകാരൊക്കെ ഇങ്ങനെ ചുമ്മാതെ പറയുന്നതായിരിക്കും, ഇങ്ങനൊരു സംഭവമേ ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവൻ പറഞ്ഞത്, ഗൾഫിലൊക്കെ വിദേശത്തൊക്കെ ജോലി ചെയ്യത്തില്ലേ, ആ ജോലി ചെയ്യുന്ന അങ്ങനത്തുള്ള അവരുടെ വൈഫിനെ മാത്രമാണ് ഇവൻ എന്തു പറയുന്നത് കണക്ഷൻ വെക്കുക. അത് ഏറ്റവും കൂടുതൽ കണ്ടുപിടിക്കുന്നത് ഇൻസ്റ്റയിൽ നിന്നാണെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനത്തുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക. ഞാൻ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. നിങ്ങളെവിടാണ് മീറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കും. കാരണം നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനും ഇങ്ങനെ കൊണ്ട് എന്ന് അറിയിക്കാനും ഒക്കെ ഇതൊരവസരമാണ്. പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഡോക്ടർ പോലെ സംസാരിക്കുന്നു, ഡോക്ടറാണോ എന്നൊക്കെ. ഞാൻ അങ്ങനല്ല. ഡോക്ടർ പഠിച്ചിട്ട് വന്നിരുന്ന കാര്യങ്ങൾ പറയുന്നു, ഞാൻ അനുഭവത്തിൽ നിന്ന് പറയുന്നു, ഓരോരുത്തരിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് നിങ്ങളാരും എന്നോട് വഴക്കിന് വരരുത്. അതുണ്ട്. പിന്നെ വേറെ ഈ ഒരു ചെക്കൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മളവിടെ പോയി. അപ്പം അവൻ പറഞ്ഞ പല കാര്യങ്ങളും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഈ വിദേശികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്ത് അവിടെ ജോലി ചെയ്ത് ഇങ്ങോട്ട് അയക്കുന്ന പൈസ ഉണ്ടല്ലോ, അങ്ങോട്ട് കൊടുക്കുവാന്ന്. നീ വാടാ, എത്ര വേണം നിനക്ക് തരാടാ എന്നാണ് പറയുന്നത് പെണ്ണുങ്ങൾ. പിന്നെ ഇവർ വീട്ടിൽ അമ്മായി അച്ഛനും മറ്റുള്ളവരും ഉണ്ടായതുകൊണ്ട് ഈ പെണ്ണ് തന്നെ ഈ ഒരു സ്ത്രീ തന്നെ റൂം എടുക്കുവാണെന്നും അവന് വേണ്ടി എല്ലാ ചിലവുകളും ചെയ്തു കൊടുക്കുന്നുണ്ടെന്നും
അവൻ പറയുന്നത്. അവന് ഇങ്ങനത്തുള്ള ഈ ഒരു ഇങ്ങനത്തുള്ള സ്ത്രീകളോട് മാത്രമാണ് ഇങ്ങനത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിദേശികളായ വൈഫ് ഇതൊക്കെ ഭയങ്കരമായിട്ട് പലയിടത്തും ഞാൻ കണ്ടിട്ടുള്ള കാര്യം. പക്ഷേ അതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്ന് പ്രൂഫോട് ഒരു ചെക്കൻ പറയുമ്പം അതിശയപ്പെട്ടു പോയി. അപ്പം ഈ ഒരു കാലഘട്ടം എങ്ങോട്ട് പോയി നിൽക്കുന്നെന്ന് മനസ്സിലാവുന്നില്ല. പണ്ടൊക്കെ ഒരാൾ എന്നുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാർ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരാണിന് ഒരു പെണ്ണോ പെണ്ണിനൊരാണോ തികയാത്ത രീതിയിലേക്ക് കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനത്തുള്ള പല ആൾക്കാരും അവിഹിതം പറയുന്ന ചേച്ചി എന്നാണ് എന്നോട് വന്ന് മെസ്സേജ് അയക്കുമ്പോഴേ ഇങ്ങനെയാണ് അവിഹിതം പറയുന്ന ചേച്ചി എന്ന്. അപ്പോൾ അതുണ്ടായിട്ടല്ലയോ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു റീലിട്ടതിന് ശേഷം വളരെ ഒരുപാട് അഭിപ്രായങ്ങൾ പലരും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല പെണ്ണുങ്ങളും ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് പോകുന്നെങ്കിൽ അത് പണത്തിനായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും വന്ന് പറയുന്നുണ്ട് പണത്തിന് വേണ്ടി മാത്രം പെണ്ണുങ്ങൾ ഇങ്ങനെ പോകുന്ന പെണ്ണുങ്ങളുണ്ട് എന്ന്. അത് നല്ല കുടുംബത്തിലുള്ള പെണ്ണുങ്ങളായിരിക്കും. ചിലർ ഈ ഒരു രീതിയിലേക്ക് തന്നെ മാറിപ്പോകുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷേ ഇവർ നല്ല കുടുംബത്തിൽ തന്നെ ഇരുന്നിട്ട് ഇങ്ങനത്തുള്ള ജോലിയല്ല ഇങ്ങനത്തുള്ള കണക്ഷൻ വെക്കുക, പണം, പിന്നെ മറ്റേത് ഇതെല്ലാം ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഈ ഒരു ചെക്കൻ പറയുന്നത് കേട്ട് ഒരുപാടുണ്ട്. അവൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത്ര കാര്യങ്ങൾ മൈൻഡിനകത്ത് ക്യാച്ചായി നിൽക്കുന്നില്ല എനിക്ക്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ബുക്ക് നോക്കിയോ അവിടെ ഇവിടെയൊക്കെ നോക്കിയോ പറയുന്ന ഒരു ഇതില്ല. ഡയറക്റ്റാണ് ഞാനിങ്ങനെ വന്നിരുന്നങ്ങ് പറയുന്നതാണ്. എവിടെയെങ്കിലും നോക്കി പറയുമെന്ന് എഴുതി വെച്ചിരുന്നെങ്കിൽ നമുക്ക് മൈൻഡിൽ നിൽക്കും. തയ്യാറെടുപ്പൊന്നുമില്ല. ഒരു കാര്യം കാണുന്നു, ഒരാൾ പറയുന്നു, അത് വന്ന് ഇവിടെ അങ്ങ് പറയുന്നു ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന്. എല്ലാവരും സൂക്ഷിച്ചോ, ഉണ്ട്. ഇപ്പം ഞാനൊരു പെണ്ണായിട്ട് പെണ്ണിനെ ഇത്ര മോശമായിട്ട് ആരോ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പെണ്ണായ ഞാൻ വന്ന് പബ്ലിക്കിൽ വന്ന് ഇങ്ങനെ മോശമായിട്ട് പറയുന്നുണ്ട്. മോശമായിട്ട് നിങ്ങൾ കാണരുത്. ഇന്നത്തെ കാലഘട്ടം ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലും വളരെയധികം മോശമായിട്ടുള്ള കാലഘട്ടം ഇനി വരെ പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പം എല്ലാവരും സൂക്ഷിക്കുക. എല്ലാവരോടും എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, എനിക്കിതിൽ നിന്നെല്ലാം മനസ്സിലായതിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നല്ലവരോടല്ല, ഇങ്ങനെയുള്ള ആൾക്കാരോട്. നിങ്ങൾ ഒരു ഇണയോട് മാത്രം, കല്യാണം കഴിച്ചവരായാലും കല്യാണം കഴിക്കാത്തവരായാലും ഒരു ഇണയോട് മാത്രം എന്താ പറയുന്നത് അങ്ങനത്തുള്ള റിലേഷൻ വെക്കുക. പലരോടും പോവാതെ. വളരെ മോശമായിട്ടുള്ള അസുഖങ്ങൾ പിടിച്ച് നമ്മൾ വയസ്സാകുമ്പോൾ നമുക്കൊന്നും വയ്യാത്ത ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മൾ അസുഖം പിടിച്ച് നമ്മൾ ജീവിക്കേണ്ടി വരും. ഒരു ആവശ്യമില്ലാത്ത ഒരു യൂറിൻ പാസ് ചെയ്യുന്ന പോലോ ഒന്ന് ലെറ്റിനിൽ പോകുന്നത് പോലോ ഒരു കാര്യത്തിന് വേണ്ടി അങ്ങനെ അങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തിനെ നശിപ്പിക്കാതെ നമ്മുടെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ നമ്മുടെ ലവർക്കോ നമുക്ക് എന്ത് തരാൻ പറ്റുമോ അതനുസരിച്ച് നിൽക്കുക. ഇപ്പോൾ ഹസ്ബൻഡ് അവിടെ കിടന്ന് കഷ്ടപ്പെടും, ഒന്ന് ആലോചിച്ച് നോക്കിയേ. വീർത്തൊഴുകി നിന്ന് ജോലി ചെയ്യുന്ന പല വിദേശികളെയും കാണുമ്പോൾ നമുക്ക് സങ്കടമാവും. ചിലർ കെട്ടിട വേലയ്ക്കെല്ലാം പോകുന്നവരുണ്ട്. അവർ തൊപ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ എല്ലാം ഇട്ട് ആ വെയിലിൽ അങ്ങനെ നിൽക്കുമ്പോഴേ നമുക്കെല്ലാം ചങ്കൊക്കെ ഒരു പടപടാന്നടിക്കും. നിങ്ങൾക്കൊന്നും അത് തോന്നുന്നില്ലേ? ഒന്ന് സഹിച്ച് പിടിച്ചിരിക്കുക. അതിനെന്താ കുഴപ്പം? ആരും എന്നോട് ഒന്നും പറയാൻ വരരുത്, അനാവശ്യങ്ങൾ പറയരുത്. പിന്നെ പല ആൾക്കാരും ഇനി അതെല്ലാം പറയണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഒരുപാട് നമ്മളെ അറിയുന്ന ആൾക്കാരെ കൊണ്ടേ, എന്നെ അടുത്തറിയുന്ന ആൾക്കാരുണ്ട്. എന്തുപോലും ഭയങ്കര ഇവൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നുണ്ടോ എന്നൊക്കെ വിചാരിച്ചാൽ നാണക്കേടല്ലേ. അപ്പം ഈ വിദേശികളായിട്ടുള്ള ഹസ്ബൻഡ് അവർക്കിപ്പോൾ ഒരു ഇടി വെട്ടി കാണും. ഞാൻ ഈ വിദേശിയുടെ ചെക്കൻ്റെ കാര്യം പറഞ്ഞില്ലേ, അവൻ കുറഞ്ഞത് 5 പേരെങ്കിലും. വേറൊരു ചെക്കൻ്റെ കാര്യം പറഞ്ഞില്ലേ, അവൻ ഒരുപാട് പെണ്ണുങ്ങൾ, അവന് കല്യാണമേ കഴിക്കണ്ടാന്ന്. പെണ്ണിനുള്ള വിശ്വാസമേ നഷ്ടപ്പെട്ടു പോയെന്ന്. പെണ്ണുങ്ങളെ നിങ്ങളല്ലയോ ഇപ്പം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സകലതും. നിങ്ങൾ കുറച്ച് അടങ്ങിയിരുന്നെന്ന് വെച്ചു. ഈ ആണുങ്ങളിങ്ങനെ എന്തോരം പ്രശ്നമുണ്ടോ, എന്തെങ്കിലും പറയാൻ വന്നാൽ അടിച്ച് പറത്തി വീഴണം. അല്ലാതെ നിങ്ങൾ എന്തിനാണ് ഒരു തലമുറയും നിങ്ങൾ നശിക്കുന്നത്? കുറച്ച് ചെറിയൊരു കാര്യത്തിനല്ലേ ഇതൊക്കെ, എന്താ അങ്ങനെ വിചാരിച്ചാൽ തീരാവുന്നല്ലേ ഉള്ളൂ. ഒരു കണ്ടൻ്റാക്കി
ഒരു കണ്ടൻ്റാക്കിയിട്ട് സ്വയംപോക്കം. സ്വയംപോക്കത്തിൻ്റെ കഥ പറഞ്ഞു. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇനി ഇങ്ങനെ ഈ പറയുന്ന പല കാര്യങ്ങളും എഴുതിയെടുത്തോണ്ട് വന്ന് ഒരിക്കൽ പറയണം. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു ഇതുണ്ട്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. എന്നെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.